നമസ്കാരം, വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരൊറ്റ ടെസ്റ്റിലൂടെ എനിക്ക് എൻ്റെ ജീവിതശൈലി രോഗങ്ങളെ തിരിച്ചറിയാൻ പറ്റുമോ, അല്ലെങ്കിൽ സാധ്യത തിരിച്ചറിയാൻ പറ്റുമോ? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇത് ഇന്ന് ചോദിച്ചു വന്ന ചോദ്യമാണ്. നമ്മൾ പല ആളുകളും ടെസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ടെസ്റ്റ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ കൊളസ്ട്രോളും ബി.പിയും ഷുഗറും ഒക്കെ അറിയാൻ വേണ്ടി ഒരു ടെസ്റ്റാണ്. അത് കഴിഞ്ഞപ്പോൾ മരുന്ന് കഴിക്കുക എന്നല്ലാതെ വേറെ പരിഹാരം ആലോചിക്കാറില്ല. എന്നാൽ പരിഹാരത്തിന് സഹായിക്കുന്ന, ആരോഗ്യം റിവേഴ്സ് ചെയ്യാൻ സഹായിക്കുന്ന, ആരോഗ്യം മെച്ചപ്പെടാൻ സഹായിക്കുന്ന ടെസ്റ്റിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. ആ ടെസ്റ്റിൻ്റെ പേരാണ് HOMO-IR, ഹോമിയോസ്റ്റാറ്റിക് അസസ്മെൻറ്റ് ഓഫ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ശാരീരിക അവലോകനം. ഈ ടെസ്റ്റ് ചെയ്യാനായിട്ട് രണ്ട് കണക്കുകൾ വേണ്ടത്. ഒന്ന് ഫാസ്റ്റിംഗ് ഷുഗർ, നമ്മളെല്ലാവരും ചെയ്യാറുള്ളതാണ്. രണ്ട് ഫാസ്റ്റിംഗ് ഇൻസുലിൻ. ഫാസ്റ്റിംഗ് ഷുഗറിനെ ഫാസ്റ്റിംഗ് ഇൻസുലിൻ കുടിക്കുക. ഫാസ്റ്റിംഗ് ഇൻസുലിൻ കുടിച്ചിട്ട് അതിനെ 405 ധരിക്കുക. ചെറിയ എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ ഫാസ്റ്റിംഗ് ഷുഗർ 100 ഫാസ്റ്റിംഗ് ഇൻസുലിൻ 4. അതിന് 4 × 100 400. 400നെ 405 ധരിക്കുമ്പോൾ നിങ്ങളുടെ ഉത്തരം 100 കിട്ടും. 1 കിട്ടും. ഒന്നാണെങ്കിൽ നിങ്ങളുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇല്ല, ഇൻസുലിൻ സെൻസിറ്റീവാണ്, ഇൻസുലിൻ പക്കയാണ്. നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തെ ദഹിപ്പിക്കുവാൻ നിങ്ങളുടെ ഇൻസുലിന് കഴിയും. എന്നാൽ നിങ്ങളുടെ ഫാസ്റ്റിംഗ് ഇൻസുലിൻ 8, നിങ്ങളുടെ ഫാസ്റ്റിംഗ് ഷുഗർ 100. അപ്പോൾ നിങ്ങളുടെ 100 × 8 800. 800 / 405 സ്വാഭാവികമായിട്ട് 2 അടുത്ത് വരും. അത് കുറച്ച് കൂടുതലാണ്, അതും അപകടകരമാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ഫാസ്റ്റിംഗ് ഷുഗർ 100, പക്ഷേ ഫാസ്റ്റിംഗ് ഇൻസുലിൻ 8 പകരം 12. 12 × 100 = 1200. 1200 ആകുമ്പോൾ നിങ്ങളുടെ HOMO-IR 3 വരും, അപകടകരമാണ്. നമ്മൾ നിലനിർത്തേണ്ടത്, നമ്മൾ ഫാസ്റ്റിംഗ് ഇൻസുലിൻ ഒരു 3നും 8നും ഇടയ്ക്ക് നിലനിർത്തുകയും ഫാസ്റ്റിംഗ് ഷുഗർ ഒരു 100-നടുത്ത് നിലനിർത്തുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് അപകടമില്ലാതെ പോകാൻ പറ്റും. അതല്ലാത്ത പക്ഷം ഏത് സമയത്തും നമ്മൾ തിരിച്ചറിയാത്ത രോഗങ്ങളുണ്ടാവാം. പക്ഷേ ആ രോഗങ്ങൾ നമ്മൾ തിരിച്ചറിയുമ്പോൾ സമയം വൈകിപ്പോയിട്ടുണ്ടാവും. ബ്ലഡിൽ ഷുഗർ കാണുന്നത് അൽഷിമേഴ്സിനും ബ്ലഡ് ഷുഗർ അല്ലെങ്കിൽ ലിവർ ഇൻസുലിൻ റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. മറ്റു പല രോഗങ്ങളും, പ്രത്യേകിച്ച് കിഡ്നി പോലുള്ള സംഭവങ്ങളൊന്നും അല്ലെങ്കിൽ ഹാർട്ട് പോലുള്ള സംഭവങ്ങളൊന്നും ഇൻസുലിൻ റെസിസ്റ്റൻസിനെ തിരിച്ചറിയാറില്ല. നമ്മുടെ പല രോഗങ്ങളും സംഭവിക്കുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസിനാണ്. അറ്റാക്കും സ്ട്രോക്കും ക്യാൻസറും ഒക്കെ മുഖ്യ കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. അത് തിരിച്ചറിഞ്ഞിട്ട് നല്ല ഡോക്ടറെ കാണുകയും, ഫങ്ഷണൽ മെഡിസിൻ ഡോക്ടറെ, സാധാരണ ഡോക്ടർമാരെ ചെയ്യുക, കാണുകയും ചികിത്സിക്കുകയും ചെയ്യുക. അതേപോലെ മില്ലറ്റിലേക്ക് മാറുകയും ചെയ്യുക. മില്ലറ്റിലേക്ക് മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസിന് റിവേഴ്സ് ചെയ്യാനുള്ള ഏറ്റവും മികച്ച ആഹാരമാണ് മില്ലറ്റ്. ഏറ്റവും മികച്ച ആഹാരത്തിലൂടെ ചാമ, തിന, കോഡോ, ബർണിയാട്, ബ്രൗൺ ടോപ്പ് ഞങ്ങൾ ആ മില്ലറ്റിൻ്റെ വിതരണം ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അത് സംബന്ധിച്ച സംശയങ്ങളൊന്നും ചോദിക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ.